പാലൊഴി എത്ര വേണം? 3 മതിയാ? 10 എന്തിന് 10? പിന്നെ ചെറുപയർ പായസം ഞാൻ എന്തും കൊണ്ടാ വെക്കണ്ട്? തേങ്ങ കൊണ്ട പായസം വെക്കണ്? അല്ല പോവാ ഏട്ടാ, തേങ്ങ ചിരവി തരേണ്ട ഉത്തരവാദിത്വം പൊളിച്ച ആൾക്കാർക്കാ. പായസം മാറ്റാൻ പറ്റുമോ? പായസം മാറ്റില്ല. പാൽ പായസം ആക്കിയല്ലോ. ചെറുപയർ പായസമാണ് ഏട്ടാ നല്ലത്. അല്ലേ അമ്മൂട്ടി? ചെറുപയറല്ലേ വേണ്ട? ചെറുപയറാ നല്ലത്. ഈ കണ്ട തേങ്ങയൊക്കെ ചിരകണ്ടേ? അത് 10 തേങ്ങ പൊളിച്ചു കഴിഞ്ഞാ ഒന്നേ കിട്ടൂ. പാലട വെക്കുവാണെങ്കിൽ ഒരു പാക്കറ്റ് പൊടി 3, 6. മിക്സി വേറെ വാങ്ങണമെന്നോ? ചെറുപയർ പായസം വെക്ക. പാലട വാങ്ങണം മുട്ടി? വേണോ നിങ്ങൾക്ക് പാലട പായസം ഉണ്ട്? ഞാൻ പായസം വെച്ച് കഴിഞ്ഞാൽ പായസം കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അമ്മമ്മയുടെ വീട്ടിൽ പോകുമ്പോൾ കൊണ്ടുപോകും. പായസം വെക്കില്ലേ? അപ്പൊ ചെറുപയർ പായസം കൊണ്ടുപോയി. ഞാൻ കല്യാണം അത് കഴുകണം കേട്ടോ. അയ്യോ ഇത് കഴുകിയിട്ട് വാ. ഞാൻ എന്റെ കല്യാണം അതൊക്കെ ഇതാ പറയുമ്പോഴേക്കാവും. എന്റെ വീട്ടില് എല്ലാ പ്രാവശ്യവും എന്റെ ഏടത്തിയമ്മേനെ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന മുതല് എല്ലാ പ്രാവശ്യം ഏടത്തിയമ്മേനെ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന മുതല് ഞങ്ങള് വിഷുവിന്റെ സമയത്ത് അങ്ങനെയല്ല കേട്ടോ. സാമ്പാറും ഉണ്ടാക്കും, മത്തനും വെള്ളപ്പയറും ഉണ്ടാക്കും, ഒരു ഉപ്പേരി ഉണ്ടാക്കും, പപ്പടം ഉണ്ടാക്കും, അച്ചാറും. അത്ര തന്നെ ഉള്ളൂ കേട്ടോ വിഷുവിന്. പക്ഷെ അവരുടെ കല്യാണം കഴിഞ്ഞ് വന്ന മുതൽ എല്ലാ സദ്യ വട്ടം ഉണ്ടാക്കി സദ്യ ഉണ്ടാക്കും. അതേപോലെ എൻ്റെ കല്യാണം കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്ന മുതൽ ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് എല്ലാ കൊല്ലം നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ തുടങ്ങി കേട്ടാ. അല്ലേ? അതുവരെ നമ്മളിവിടെ പായസം വെക്കില്ലല്ലോ. ഞാൻ എനിക്കറിയില്ല, അമ്മ പറയുന്നേക്കാ. അപ്പൊ ഫസ്റ്റത്തെ വിഷുവിന് നമ്മളെ ഇതിലെടുക്കാം. ഫസ്റ്റത്തെ വിഷുവിന് നമ്മളെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി നമ്മുടെ വീട്ടിൽ നിന്ന് അവര് വരുമല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങളുടെ അവിടെ നല്ല കുലുകൊണ്ടൊക്കെ ഉണ്ട്. ഇതിന്റെ അവസ്ഥ എന്താണാവോ? ഇപ്പൊ തന്നെ പൊട്ടിച്ചു നോക്കണം. നല്ല കുലുങ്ങുമ്പോഴാ പേടിക്കണ്ട്. എന്താണ്? ഇഞ്ചിയുടെ തൊലിയാണേ. ഇഞ്ചിയുടെ തൊലിയേ, വേറൊന്നും അല്ലേ. കണ്ടോ? പിന്നെ ഉള്ളതല്ലേ കേട്ടോ. കൂട്ടിൽ കടന്നിട്ട് ഭയങ്കര ബഹളം വെക്കലിട്ടോ പപ്പു. അപ്പോൾ അവനെ ഇവിടെ കൊണ്ടുവന്നാക്കിയപ്പോഴേ എന്തോരു സന്തോഷം എൻ്റെ കുട്ടിക്ക് പറഞ്ഞിട്ടാ. എൻ്റെ അപ്പോ കണി വെക്കാനുള്ളൊരു ചക്ക കണ്ടോ? അപ്പൂന്റെ കൂട്ടിൽ കണി വെക്കണടാ. അപ്പൂന്റെ കൂട്ടിൽ കഴിഞ്ഞ പ്രാവശ്യം അച്ചുട്ടി 10 പറഞ്ഞു വെച്ചാൽ ഒന്ന് തോനെ വേണട്ടോ. 10 15 ഒക്കെ എടുത്തോളി. കഴിഞ്ഞ പ്രാവശ്യം പിന്നെ പായസം വെക്കാൻ ഇത് വേണ്ടി വന്നിരുന്നില്ല. പാൽപ്പായസല്ലേ ഉണ്ടാക്കിയിരുന്നേ. ഇപ്രാവശ്യം പിന്നെ പാൽപ്പായസല്ലല്ലോ. ഓ പപ്പു ഇരിക്കടാ, അവന് ഫാന് കിടക്കാനൊന്നും സമയമില്ല. എന്താണാവോ ഇവിടെ നടക്കണത് വിചാരിച്ചിട്ടുണ്ടാവും. ഓ അവിടെ കിടന്നോ? നീ അവിടെ കിടന്നോ? നീ എന്തിനാ തിരക്കാക്കണ്? ഇന്നിപ്പോ കിടന്നുറങ്ങാൻ പറ്റില്ല എന്തായാലും. ഇന്ന് പടക്കം പൊടിച്ചിട്ട് കുട്ടി പെടല് പെടും കേട്ടോ. വിഷുവാണ്, പടക്കം പൊട്ടിക്കാണ്ടിരിക്കാൻ പറ്റില്ല കേട്ടോ. ഇന്നുണ്ടാവും ഒരു പേടി. എന്റെ കുട്ടി പേടിക്കുന്ന പടക്കങ്ങളല്ല കേട്ടോ, വെളിച്ചം വരുന്ന പടക്കങ്ങളുള്ളൂ. വെളിച്ചം കണ്ട് പേടിക്കരുത് കേട്ടോ. അങ്ങോട്ട് റോട്ടിക്ക് തിരിഞ്ഞായിരുന്നു കേട്ടോ. പേടിക്കാനൊന്നുമില്ല. കുഞ്ഞേട്ടനെ പേടിക്കില്ല. നീ പേടിക്കുന്ന അപ്പൊ വേഗം പുളിയഞ്ചിയും കൂടി അതാ മതി. ഇതിൻ്റെതവിടെ ഇഞ്ചിപ്പുളി, പുളിയഞ്ചി പറയും, ചിലവർ പറയും ഇഞ്ചിപ്പുളി പറയും അല്ലേ, ഇഞ്ചമ്പുളി പറയും. അവിടുന്ന് 2 ഉണക്കമുളക് എടുത്തിട്ട് വന്ന തറവാട്ടിൽ. കുഞ്ഞാ എടാ വെയിലും കൊണ്ട് സൈക്കിൾ ചവിട്ടില്ല. വെയിൽ തന്നെ ആവണമെന്നില്ല, കുറച്ച് കഴിഞ്ഞിട്ടാവാ. തീപ്പോവുള്ള വെയിലും കൊണ്ട് നടക്കണോ? പ്രതിരോധ ശേഷി ഉണ്ടാവും കേട്ടാ. എന്ത് പ്രതിരോധ ശേഷി? നല്ല ശേഷിയായിരിക്കും. ആളല്ല ശേഷി പോവും ചിലപ്പോ. ഇതിനൊക്കെ ഓരോ സമയമുണ്ട്. പ്രതിരോധ ശേഷി വരെ ഇത് രാവിലത്തെ പുലർച്ചക്കുള്ള ഇളം വെയിലാണല്ലോ. എന്താ വെച്ചോ ഇവിടെ വന്ന് ഇരിക്കടാ. എന്തിടാ കറുത്ത് കരിമാണ്ടി പരുവായി. അഴകൊക്കെ പോയിപ്പോ.
വെയിലത്ത് നടന്നിട്ടേ ഏട്ടാ ചോപ്പർ വാങ്ങിയത് കൊണ്ടുള്ള ഉപകാരം നോക്കിയൊക്കെ നിങ്ങള്. എന്താ അത്? ഇഞ്ചി പൊടി 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 പൊടിയോ അത് അച്ചുല്ലേ അവിടെ? അച്ചുവാ? അച്ചു ഇല്ലേ അവിടെ? അച്ചുവിന്റെ കലാപരിപാടിയല്ലേ ഇത്? അവൾക്ക് മാത്രമേ അതറിയൂ. ചാത്തപ്പൻ എന്താ അതിനെ ഓടുന്നത്? ചാത്തപ്പൻ ആരും പടക്കം പൊടിക്കുന്ന സൗണ്ട് കേൾക്കില്ലല്ലോ. എന്താണ് ആരും പടക്കം പൊടിക്കാത്തത്? പൊട്ടിക്കും. ഞങ്ങള് പൊട്ടിച്ചല്ലോ. ഞങ്ങള് പൊട്ടിച്ച സൗണ്ട് കേട്ടില്ലല്ലോ. ഞാൻ കേട്ടില്ലല്ലോ. നിങ്ങൾ എവിടുന്ന പൊട്ടിച്ചപ്പോ അങ്ങനെ സൗണ്ട് ഇല്ലാണ്ട്? നീയും പൊട്ടിച്ചോ? എടാ കിച്ചോ, നീ ബിരിക്കൊക്കെ കൊടുത്തിട്ട് കറുത്ത പുളി കഴിയുമ്പോഴേക്ക് എന്തില്ല ഇടങ്ങറുണ്ടാവരുത് കേട്ടോ. കറുത്ത പുളി വേണ്ടതായിരുന്നേ. കറുത്ത പുളി കിട്ടിയില്ല. അങ്ങനെ പൊട്ടിച്ചോളൂ. ഞാൻ അല്ല, ഓലപ്പടക്കം കിച്ചോട്ട് മാത്രം പൊട്ടിച്ചാൽ മതി കേട്ടോ. വെളിച്ചെണ്ണ എടുത്തിട്ട് പോയോ? പുളിയിഞ്ചി അച്ചാറൊക്കെ അല്ലേ? 3, 5, 10, 11, 12 12 10 പറഞ്ഞ 12 ആയിട്ടോ. എണ്ണലറിയാ കുട്ടിക്ക്. അപ്പൊ അതെന്തോന്ന്? അപ്പൊ ഇതെന്തോന്ന്? എന്താ കുഞ്ഞുണ്ണി ഇങ്ങനെ? ചായ കേട്ടോ സുകന്യ. ചായ ഇതെടുക്കാൻ വേണ്ടി സുകന്യ പോയിട്ട് ഇതാണ്ടോ പുളി പിഴിഞ്ഞ് എല്ലാറ്റിലും വെള്ളമുണ്ട് കേട്ടോ. അപ്പോ അവിടെ നിന്നാ മതി. അനക്ക് പടക്കം പൊട്ടിന പേടിയാണോ? പടക്കം പൊട്ടിക്കട്ടെ? പടക്കം പൊട്ടിക്കട്ടെ? വേണ്ട ഏട്ടാ, എന്റെ കുട്ടീനെ എന്തിനാ മറ്റേ നിങ്ങൾ പടക്കം പൊട്ടിക്കട്ടെ? ഇന്ന് പടക്കം പൊട്ടിക്കും. പടക്കം പൊട്ടിക്കേ ഏട്ടാ, ഇന്ന് പടക്കം പൊട്ടിക്കോന്ന്. പിന്നെ ഇന്നല്ല, പിന്നെ എപ്പോഴാ പടക്കം പൊട്ടിക്കുക? രാത്രി പൊട്ടിക്കട്ടാ. അവളല്ല പൊട്ടിക്കട്ടാ. ഇവിടെ നോക്കടാ, മുഖത്ത് നോക്കി വർത്താനം പറയും. മുഖത്തേക്ക് നോക്കടാ, ഇങ്ങോട്ട് നോക്ക്. ഞാൻ നിന്റെ അടുത്തല്ലേ പറയണ്. അപ്പോ അങ്ങനെ നോക്ക്. ഒരു കാര്യം നിന്റെ അടുത്ത് പറയുമ്പോൾ നിന്റെ മുഖത്തേക്ക് നോക്കിയല്ലേ ശരിയാവുക. ഞാൻ അങ്ങോട്ട് നോക്കി നിന്റെ മൂന്ന് നോക്കി വർത്താനം പറയാൻ പറ്റുമോ? കാര്യം പറയാൻ മുഖത്ത് നോക്കിയിട്ടല്ലേ അല്ലേ? അവനവിടെ കിടന്നോട്ടെ, ഞാൻ ചായ എടുക്കട്ടെ. മാറിന്ന നമുക്കതുപോലെ മുടി ഉണ്ടാവുമോ? എന്ത്? ആരുടെ? എന്റെ? നിനക്ക് എന്താ ഫോണിൽ ഡിസ്പ്ലേ കാണിക്കുന്നത്? ഇത് ഒന്നരാട ഡിസ്പ്ലേ. എല്ലാരും ഡിസ്പ്ലേ അവിടെ ഒട്ടിച്ചോട് നിൽക്കുന്നുണ്ട്. നിന്റെ മാത്രം ഡിസ്പ്ലേ എന്തെങ്കിലും എണീറ്റ് ഓടുന്നത്? ഇത് എത്ര പ്രാവശ്യമാണ് ഈ ഡിസ്പ്ലേ മാറ്റുന്നത്? നന്നായി. രണ്ടാം വരെ ഇളകിയപ്പോ ഇനി പുതിയത് മതി. വേറെ പഴയത് വേണ്ട. എത്ര പതി പഴയത് വാങ്ങണ്? അത്രേനെ പറ്റൂ സുകന്യ. ഒരു കൊല്ലൊക്കെ കഴിയുമ്പോഴേക്ക് ഫോൺ മാറ്റണം. എന്താണ് ഏട്ടൻ അതാണ് ഇടയ്ക്കിടയ്ക്ക് ഫോൺ മാറ്റുന്നത് ലേട്ടാ. ഞാൻ കണ്ടില്ലേ, 6 മാസം ആകുമ്പോഴേക്ക് മാറ്റില്ലേ? എന്തൊരു സുകന്യ പറഞ്ഞു. ഞാൻ അങ്ങനെ പറയുമ്പോ നീ അതേന്ന് പറഞ്ഞാൽ മതി. എവിടെ ഇപ്പൊ? ഇവിടെ കടുക് എവിടെ? ഇതേ കടുക ഇരിക്കുന്ന ആണ്ടോ? അതിന്റെ അതാണ്. അപ്പൊ അമ്മൂട്ടി ഓടിവായോ. നമ്മോ നട ഉണ്ടാക്കലൊക്കെ ഇവിടെ വെച്ചിട്ടാണ് കേട്ടോ. എനിക്ക് എന്റെ ചൂട് സഹിക്കാൻ പറ്റണ്ടേ.
അപ്പോൾ അതാ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അനിയേട്ടൻ ചായ കുടിക്കണു. എനിക്കുള്ള ചായ ഇതാ സൂന്യ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കടിക്ക് നമ്മളില്ലേ നമ്മുടെ ചെയ്യേണ്ട ഓരോ പണികൾ വേഗം വേഗം ചെയ്ത് ഒരുക്കി കഴിഞ്ഞാലേ എന്തോ ഒരു സമാധാനം വെച്ചിട്ടാ. അത് എത്ര ഒരു അല്ലേ. നാളെ ഇതേപോലെ ചൂടാണ് പറഞ്ഞ വെച്ചാലേ അടുക്കളയിൽ കിടന്നിട്ട് ഇങ്ങനെ ഇനി ഞങ്ങൾ ഫ്രിഡ്ജിൽ നിന്ന് പച്ചക്കറികളൊക്കെ എടുത്ത് നുറുക്കി വയ്ക്കും. ഇതൊന്നും ചെയ്യാത്തതാണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ബിരി ആരും ഉണ്ടായിരുന്നില്ല. ഞാൻ 10:30 കഴിഞ്ഞിട്ടാണ് ഞാൻ ചോറുണ്ടാക്കുന്നത്. അത് ശരി, വേഗം ഞാൻ തീർത്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും സമാധാനം. അല്ലെങ്കിൽ ആ സമയത്തായിരിക്കും അതായില്ല ഇതായില്ല ഞാൻ ഒറ്റയ്ക്കുള്ളൂ ഇതെന്താ ചെയ്യാ. ഞാനിങ്ങനെ ഇരുന്ന് പറയും. രാവിലെ അട കഴിച്ചു കഴിഞ്ഞല്ലേ 2 മണി കഴിച്ചായിട്ട് ചോറ് പറഞ്ഞില്ല കേട്ടോ. ഇഞ്ചി പച്ചമുളകും നേരത്തെ കഴിഞ്ഞ് പിന്നെ ആരൊന്നും പറയില്ലല്ലോ. നേരത്തെ കഴിഞ്ഞ പിന്നെ ആരൊന്നും പറയില്ലല്ലോ. പച്ചമുളക് അധികം എരിവില്ലാത്ത പച്ചമുളക് കേട്ടോ. അതുകൊണ്ടാണ് ഇത്ര. എന്താ സൂന്യെ എന്നാ എൻ്റെ എവിടെ കഴിഞ്ഞു. പുളിയിഞ്ചി തോരവട കുറച്ച് വേണോ? പുളിയിഞ്ചി തോനായിക്കോട്ടെ. പുളിയിഞ്ചി ഒന്നും ഇരുന്ന കേട് വരില്ലേ. വെല്ലം വേണ്ടേ? ഇത് പായസത്തിനല്ല. പായസത്തിനല്ല, അടയ്ക്ക് വേണ്ടേ? അടയ്ക്കും വെല്ലം വേണോ? 2 ചിരവമാന്തി എടുക്കുക. ഒന്ന് ഏട്ടനും ചിരവ കൊടുക്കുക, ഒന്ന് അനിയനും. അപ്പൊ ഇതെന്താ അട എന്താ ശർക്കരയിലൊക്കെ ഉണ്ടാക്കണ അടേ? പിന്നെ എന്തിലുണ്ടാക്കുക? ഞാൻ അടപ്രഥമനെ നോക്കണം. നിങ്ങൾ പായസത്തിന്റെ കാര്യം പറഞ്ഞ അതിൻ്റെ കൂടെ അടയുടെ കാര്യം ഇങ്ങനെ പറയുമ്പോ എന്താ ചെയ്യ. നിങ്ങൾ പായസം എന്ന് പറയുമ്പോ പായസത്തിലേക്ക് വരണം. ഞാൻ പായസത്തിന്റെ കാര്യം പറയുമ്പോ നിങ്ങൾ അടയ്ക്ക് പോയല്ലോ. പായസം അട എന്നൊക്കെ പറഞ്ഞാൽ അടാന്ന് പറഞ്ഞൊരു പായസം ഇല്ലേ? എന്താ പുളിയിഞ്ചി ഉണ്ടാക്കുമ്പോല്ലേ പുളി പിഴിഞ്ഞ് അടുപ്പത്ത് വെച്ചിട്ട് ഇഞ്ചിയും പച്ചമുളകൊക്കെ പച്ചക്ക് ഇട്ടിട്ട് വെക്കുക കേട്ടോ. നമ്മൾ ഇങ്ങനെ എന്താ വെച്ചാൽ എളുപ്പം ഇങ്ങനെയാണെന്ന് വിചാരിച്ച് ഉണ്ടാക്കണം. പക്ഷെ ആ പുളിയിഞ്ചി നല്ല ടേസ്റ്റാ. അമ്മ ഉണ്ടാക്കണ പുളിയിഞ്ചി. നാളെ അവിടുത്തെ ഫാൻ ഇട്ട് കഴിഞ്ഞാൽ ഫൂവറ സൗണ്ട് കേൾക്കുമ്പട്ടി ആ ജനലും കൂടെ തുറന്നിട്ടോ. നിങ്ങളിങ്ങനെ ചൂട് എന്ന് പറയുമ്പോഴേ ഞാനേ ഈ അടുപ്പിന്റെ അവിടെ ഇതിന്റെ കൂടി ചൂടാവുമ്പോഴേ എന്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയത്. അതന്നെ അടുപ്പിന്റെ അവിടെ ചൂട് ചൂട് മുഴുവൻ പുറത്തല്ലേ. ബായേട്ടാ ഇവിടെ ചൂടില്ല കേട്ടാ. ബായേട്ടാ അടുപ്പിന്റെ അവിടെ തണുപ്പല്ലേ. ബായേട്ടാ ചൂട് ഫുള്ള് പുറത്തല്ലേ. നല്ലൊന്ന് മൂത്ത് വരട്ടെ കേട്ടോ. അപ്പൊ കഴിഞ്ഞില്ലേ പരിപാടി? കഴിഞ്ഞില്ലേ കറിവേപ്പില? പരിപാടി കഴിഞ്ഞില്ലേ? എന്ത് പരിപാടി? എന്റെ പരിപാടി കഴിഞ്ഞില്ലേ? തേങ്ങ പൊളിച്ച് കഴിഞ്ഞില്ലേ? ഏട്ടന്റെ പരിപാടിയോ? കഴിഞ്ഞിട്ടില്ല. ഇനിയെന്താ? ഇനിയോ? ആ സൂന്യ ചേനയൊക്കെ എടുത്തോണ്ട് കൊടുക്ക്. ചേനയിൽ എന്താ പരിപാടി? കാളം കുറുക്കി വെക്ക. ഓ സമയമില്ലാത്ത ഇപ്പൊ വെട്ടണം. എന്താണ് ചുരുക്കി നടന്നിട്ട് എല്ലാം വെട്ടിക്കൂട്ടണം. ഹലോ കുഞ്ഞുണ്ണിയെ എന്താ എടി കുട്ടിക്ക് ചായ കൊടുക്കടി. ഈ ചൂടിൽ ഇങ്ങനെ ചായ കുടിക്കാൻ നിൽക്കണ്ടാന്ന്. ഞാനൊന്നും ചായ കുടിച്ചില്ല. എന്താ ഈ ചൂടത്ത് എങ്ങനെ നീ ചായ കുടിക്കുന്നത്? കടി വേണ്ടേ? വേണോ? എന്നാ കയ്യാട്ട്. എന്താണ് അപ്പൊ ഇയ്യല്ലേ കടി വേണം പറഞ്ഞു? സൂന്യെ ഏട്ടന് അത്ര സന്തോഷാണോ ചേട്ടാ ഒന്ന് തേങ്ങ എടുത്ത് ചെറുക്കുന്ന? അത് സൂന്യ ചെറുവ് അടണ്ടാക്കണേ. അക്കി വേണ്ട വാടി വേണത്. അത് പല്ല് പിടിക്കും. സൂന്യെ എന്നാലേ ഏട്ടൻ്റെ അടുത്ത് പറയണേ ഏട്ടാ തേങ്ങ ചെറുവിക്കോളി. ഇപ്പൊ തന്നെ എന്തിനാണ് തേങ്ങ ഇറങ്ങുന്നത്? എന്താ തേങ്ങ അടണ്ടാക്കണ്ടേ? രാത്രിയല്ലേ ഉണ്ടാക്കില്ലേ? അപ്പൊ അപ്പുറത്ത് കൊടുക്കണ്ടേ? അത് രാവിലേക്കല്ലേ കൊടുക്കണ്ടോ? രാത്രി കൊടുക്കണം. രാത്രി കൊടുക്കുന്നു. രാത്രി കൊടുക്കണം. സാധാരണ കടിയൊക്കെ കണ്ടതിന് ശേഷം കൊടുക്കുക. നമുക്ക് കണി കാണുന്നതിന്റെ മുമ്പേ അവര് കൊണ്ടുവന്നു തരിക. ഇന്നങ്ങനെ ആവട്ടെ, എങ്ങനെയായാലും കുഴപ്പമില്ല. എന്താണ് ഇത് പഴുത്തു? അല്ല ഇത് ഇതിന്റെ മറ്റേ കലത്തിലേക്ക് എന്തില് വെക്കണ്? ചെമ്പില് അടിയിൽ എന്താ വെക്കണ്? അടിയില് തെരുക്ക് വെക്കണ്. ചിരട്ട എടുക്കുക. ചിരട്ട കൊത്തി വെക്കുക. ചിരട്ട കൊത്തിക്ക്
ശരി. സുകന്യെ ഞാൻ 8 ചെമ്പിൽ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ, വലിയ ചെമ്പിൽ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. അമ്മ വെക്കല് മറ്റെന്തിനൊക്കെയാണ് പനയുടെ ഓലയിലും. എനിക്ക് അറിയും കൂടിയില്ല വലിയ ചെമ്പിൽ. പക്ഷെ വീട്ടിലത്തെ അമ്മയത്ത് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു വലിയ ചെമ്പിൽ നിറച്ച് ചിരട്ടകൾ വെക്കുക, ചിരട്ട വെച്ച് കഴിഞ്ഞിട്ട് ഓലയും കൊണ്ട് തെരുക്കുണ്ടാക്കുക, എന്നിട്ട് ആ തെരുക്കുണ്ടാക്കിയിട്ട് അതിന്റെ മുകളിൽ അട വെച്ചാൽ കഴിഞ്ഞാൽ ഒരേ ആവിയിൽ പുഴുങ്ങി കിട്ടുന്നു. അതന്നെ ഞാൻ പറഞ്ഞേ. അപ്പൊ എവിടുന്ന പന ഓല കിട്ടുക? പന ജ്യോതി ചേച്ചിയുടെ വീട്ടിലില്ലേ പന? വലുതായില്ലേ? ചെറുതുണ്ട്. ആ അമ്മ അവിടെ പോയിട്ട് തന്നെ കൊണ്ടുവരേ. എന്താ ഉണ്ട് കേട്ടോ? ആ ബിസ്ക്കറ്റ് എടുത്ത് തുറക്കും സുകന്യ. ഏത് ബിസ്ക്കറ്റാ നീ ചോദിക്കണത്? അപ്പൊ നിങ്ങള് വരിക്ക് ഇരുന്നിട്ട് തിന്നത് പിന്നെ എന്താണ്? വരിക്ക് ഇരുന്ന് തിന്നത് ഓർമ്മല്ലേ? എനിക്കൊന്ന് പാടെ ഉലുവയുടെ പൊടിയാണ്. അപ്പൊ കടയ്ക്ക് പോകുമ്പോ പറയാറില്ലേ ഉലുവപ്പൊടി? കേട്ടോ നീ കടയ്ക്ക് പോവാ. സുനി ബെല്ലെടുക്കടിയോന്ന് ഇതാ കായപ്പൊടി ഒക്കെ ഒപ്പിട് കേട്ടോ. ഇനി കുറച്ച് നമ്മൾ കായപ്പൊടി കുറച്ചുള്ളൂ, മതിയോ? ഉണ്ടേട്ടാ കായ നല്ല ടേന്നിരുന്നോട്ടെ. കായ ഉണ്ട്. ഇതാ 2 കറുത്ത ബെല്ലട്ടോ. കുട്ടി ചായ കുടിച്ചോ? അച്ഛന് പൂമ വാങ്ങിട്ടില്ല ചോ, ഇപ്പൊ ഉള്ളത് കുടിക്കടാ. പുളിയിഞ്ചി ഇല്ലേ, പുളിയിഞ്ചി വെള്ളച്ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ. പിന്നെ പഴങ്കഞ്ഞിയുടെ കൂടെ. തേങ്ങപ്പോ ചെറുകണോ? ചെരവി തന്ന ഉപകാരായി അല്ലേ സുകന്യ? സുകന്യ പറയുന്നെന്താ? സുകന്യ എന്താ മറുപടി പറയാത്ത സുകന്യ? തേങ്ങ പൊളിച്ചോ സുകന്യ? എന്നാ തുടങ്ങ്. എവിടെ ചെരവാ? വേഗം കഴിയില്ലേ മുട്ടി? ചെരവയൊക്കെ എവിടെ? വേഗം കഴിയില്ലേ? തേങ്ങ പൊളിച്ചോ? ചെറിയ ചെരവി എടുത്തിട്ട് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഉപ്പ് കേട്ടോ. ഇങ്ങനല്ലേ മറ്റേത് ഇരുന്നിട്ട് അത് നല്ലൊരു രസമാണ്. ഇങ്ങോട്ട് പോര്. എന്താ പിന്നെന്താ വെച്ചാൽ ഇപ്പൊ എപ്പോഴും നമ്മളിങ്ങനെ ഉണ്ടാക്കുമ്പോഴേ ഇതും അതിൻ്റെ ഒരു വേറെ ടേസ്റ്റാണ്. പക്ഷെ അമ്മ ഉണ്ടാക്കുന്നത് വേറൊരു ടേസ്റ്റ്. ചായ കുടിക്കട്ടെ കേട്ടോ. കണ്ടോ ഓരോ പാത്രങ്ങൾ നല്ല മണം വരുന്നില്ലേ കായത്തിൻ്റെ? എന്താ ഈ പുളിയുടെ ചണ്ടിയും കൊണ്ട് വേണം നിലവിളക്കൊക്കെ തേച്ചുറയ്ക്കാൻ. അപ്പം നിങ്ങളുടെ അവിടെ എങ്ങനെ ഈ വിഷു ഒരുക്കങ്ങൾ തുടങ്ങിയോ? നമുക്ക് കുറച്ച് അട ഉണ്ടാക്കിയിട്ട് അട കൂടുതൽ ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ വിഷു ഇല്ലാത്തവരുണ്ട്, അപ്പോൾ അവർക്ക് നമുക്ക് കൊടുക്കണം. അപ്പോൾ പിന്നെ അത് മാത്രമല്ല എന്താ ഏട്ടൻ്റെ അനിയൻ്റെ കൂട്ടുകാരൊക്കെ വരും. നാളെ രാവിലെ വരും. അപ്പോൾ വീട്ടിൽ ഫസ്റ്റ് ആര് വരിക വെച്ചാലും നമ്മളില്ലേ നാളെ ഈ അട കൊടുക്കുക. അപ്പോൾ നേരത്തെ തന്നെ നമ്മൾ രാത്രി തന്നെ ഉണ്ടാക്കി വെച്ച് വേഗം കഴിയുമല്ലോ. വേഗം പണികൾ ഒരുക്കി കഴിഞ്ഞാലാണ് നമുക്ക് നാളെ രാവിലെ കണി വെക്കേണ്ട കാര്യങ്ങളും ഇവിടെ രാത്രി അടിച്ച് തുടച്ച് ഇട്ടിട്ട് വേണം കണി വെക്കാൻ. അപ്പോൾ നേരത്തെ പേരുടെ പണികൾ കഴിഞ്ഞാലാണ് നമുക്ക് സമാധാനത്തിൽ ഇരിക്കാൻ പറ്റുള്ളൂ. അമ്മ ഉള്ളപ്പോഴല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലൊരാളുള്ളപ്പോൾ നമുക്കിതിൻ്റെ ഒന്നും ഇതൊന്നും അടുപ്പിച്ചില്ല. അമ്മ ചീത്ത പറയാ നിന്റെ കുട്ടിയെ പണിയിപ്പിക്കണ്ട. അയ്യോ തേങ്ങ ചേർക്കണം, പായസത്തിന് തേങ്ങ പിഴിഞ്ഞോടുത്ത് ഏട്ടൻ തന്നെയാണ് കേട്ടോ. എന്താ പറയണ എന്റെ കുട്ടിക്കിനെ കൊണ്ട് ചീപ്പിച്ചു പറഞ്ഞിട്ട് അമ്മ പറയുന്നു. എന്താപ്പോ കുട്ടികളൊന്നും ചെയ്യാണ്ട് അമ്മ ഒറ്റയ്ക്കാ ചെയ്തിരുന്നു. അച്ഛൻ എല്ലാറ്റിനും ഇല്ലേ നമ്മുടെ കൂടെ കൂടും. അത് കണ്ടിട്ട് മക്കൾ ഞങ്ങൾക്കും ചെയ്തു തരണ്ടേ? അച്ഛല്ലേ തേങ്ങ ചെറുവിന് കാണാൻ നല്ല രസാ. അച്ഛൻ 2 കാലും അപ്പുറം അപ്പുറം ഇട്ടിരുന്ന് തേങ്ങ എത്ര വേണമെങ്കിലും ചെറുവ് കേട്ടോ. ഇതിന്റെ അടപ്പോടെ ബിരിയാണി ചെമ്പിന്റെ അടപ്പ് കുറച്ചുകൂടെ വാട്ടുണ്ടോ? നീ നോക്കിയിരിക്ക മര്യാദക്ക് ഇജ്ജു ചെലവിക്കോ. അതിന്റെ ഇതിന്റെ അടിയില് ഏതിന്റെ ബിരിയാണി ചെമ്പിന്റെ അടപ്പ് തറവാട്ടിലല്ലേ? ഇതൊക്കെ എന്തിനാ അവിടെ കൊണ്ടുവച്ചത്? എനിക്ക് അറിയാണ്ട് ചോദിക്കുകയാണ്. സകല സാധനം അവിടെയല്ലോ. നാല് തേങ്ങയിൽ 1.5 ഗ്ലാസ് വെള്ളം ഉണ്ടാവും. ശരിക്കും പറഞ്ഞാൽ ചോപ്പർ ഒരു ഉപകാരം കേട്ടോ. അല്ലേ ചോപ്പർ നേരെ ഇഞ്ചിയൊക്കെ ഉണ്ടല്ലേ? ഇഞ്ചി നേരത്തെ ഇഞ്ചി പോയിട്ട് പച്ചക്കറിന് നേരെ അരിയാൻ പറ്റിയാന്നില്ല.
ചോറ് അവിടെ വെക്കേണ്ടി വരും. റജില തന്നെന്തായാലും ഉപകാരമായിട്ട് ഇത് അടിപൊളി സാധനം. ഏത് ചെരുവ റജില ഒന്നല്ലേ. കറുത്ത പുളിയാണ് വെച്ചാലേ എന്തോ ഒരു ഇതായിരിക്കും. എന്തോ ഒരു ഇതാ സതിയേട്ടൻ അങ്ങോട്ട് പോകണ്ടാണോ? എന്താ സുകന്യ കാണിക്കണേ? പിന്നല്ലേ ഏട്ടാ കുറച്ച് കൂടുതൽ 2 പാക്കറ്റ് ഇപ്പൊ ഉണ്ടാക്കിട്ടേ 1 പാക്കറ്റ് രാത്രി ഉണ്ടാക്കാം. അത് ഒന്നാമ ചേച്ചി കേട്ടോ. അമ്മ ചേച്ചി നേരത്തെ ഓർഡർ ചെയ്തിട്ടുണ്ട്. കുട്ടിക്ക് തരേ. തേങ്ങ എത്രണ്ണ? 10 തേങ്ങ പൊട്ടിക്കാൻ. വയറ് നിറച്ച് കുടിച്ചോ. നാളത്തെ അവസ്ഥ പിന്നെ പറയാൻ പറ്റില്ല കേട്ടോ. പിന്നത്തെ കാര്യം പറയാൻ പറ്റില്ല. ഈ തേങ്ങ വെള്ളം ഇങ്ങനെ കുടിച്ചു കഴിഞ്ഞാൽ. കറുത്ത ഇത് കിട്ടാത്തത് കൊണ്ടേ. എന്താ കറുത്ത കിട്ടാത്തത്? കറുത്ത പുളി. അല്ല കറുത്ത ഇത് കുറെ നേരം പറഞ്ഞു. എന്താണ് കറുത്തത്? എന്ത്? ഞാന് വരണം. അത് കുറുകി കഴിഞ്ഞിട്ട് വരാ വിചാരിച്ചിട്ടാ. എങ്ങടെ പോണ്? തേങ്ങ ചിരവാൻ വരാന്ന് വിചാരിച്ചിട്ട്. ഈ 10 തേങ്ങ ഇറങ്ങാൻ 100 ആള് വേണ്ട. 10 തേങ്ങ ചിരവണ്ട കേട്ടോ. 3 എണ്ണം മതി. 3 തേങ്ങ സുകന്യാണ് പൊളിച്ചു തന്ന. 3 തേങ്ങ കുഞ്ഞുണ്ണിയേ, ഇതൊക്കെ ഒരു പരിപാടിയാണോ? എനിക്ക് വയ്യാതോ? നമ്മൾ 10-300 ചിരകണാണ്. എന്താ കുഞ്ഞുണ്ണി കേട്ടില്ലേ? നമ്മൾ 10-300 ചിരാറിലാണ്. നിങ്ങൾ ഈ 3 തേങ്ങ എന്നതാണ് അപ്പൊ ഈ വർത്തമാനം പറഞ്ഞു. കല്യാണം എന്നല്ലല്ലോ അവിടെ. നാളെ വിഷു തന്നെയല്ലേ? എന്റെ കയ്യിൽ മൈലാഞ്ചി വന്നപ്പോ അത് പറ്റില്ല. നന്നായിട്ടുണ്ട്. കുറച്ചും കൂടി ഒന്ന് വലിയുണ്ട് അല്ലേ? അല്ലേ? മധുരം ഉപ്പും എരിവൊക്കെ പാകല്ലേ? ഓ മധുരമുണ്ട്, പുളിയുണ്ട്, ഉപ്പുണ്ടാവും. മനസ്സിലായില്ല. ഇനി വേണോ? ഇനി വേണ്ട. ഇതിപ്പോ ഞാൻ തന്നെ തിന്നേണ്ടി വരുന്ന. നോക്കി നോക്ക്. നിങ്ങൾക്ക് ആർക്കും ഉപ്പ് രുചിയൊന്നും അറിയില്ലേ? ഗണപതിക്ക് കൊടുത്തിട്ട് അത്ര തിന്നാൻ പാടുള്ളൂ. എന്നാ സുകന്യക്ക് ആദ്യം കൊടുക്കുന്ന. ഇവിടുത്തെ ഗണപതി ആരാ? ആരൊക്കറിയില്ല. ഞാനോ? കെട്ടിയനോട് സുകന്യ എന്ത് കണ്ടിട്ടാണോ ഈ കിടക്കണത്? വരാൻ പറ. ഇവിടെ സദ്യ ഉണ്ടാക്കും അവിടെ കിടന്നുറങ്ങിട്ട് എന്താ? ഇതെന്ത് ഫോണാണത്? 9,000 രൂപയുടെ ഫോണാ അത്. ആ ഫോണാണല്ലേ? എന്നിട്ടല്ലേ സതിയേട്ടന് ഫോൺ വാങ്ങിയത്? അവൾക്ക് വാങ്ങിയിട്ട്. അല്ലെങ്കിൽ സുകന്യക്ക് കിട്ടുന്ന ഫോണാണ് പോയത്. ഏട്ടന്റെ ഫോണ്, നിന്റെ കെട്ടിയവന്റെ ഫോണ് കേട്ടോ. നമ്മുടെ പുളിയിഞ്ചി കണ്ടോ ആയിട്ടുണ്ട്. ഇനി ഒന്നും കൂടി ഇരുന്നിട്ടില്ലേ ഇതിലിരുന്ന് കുറുകെ. ഇതാണ്ടോ കളറ് മാത്രം അത്ര സെറ്റ് ആയില്ല. കാണിച്ചു കൊടുക്കാൻ പറ്റി കുട്ടോട്ടെ. അമ്മോനില്ലേ ഒന്നും ചെയ്യാൻ തോന്നില്ല. കണ്ടോ കളറ് മാത്രം അത്ര ഒരു സെറ്റായില്ല കേട്ടോ. നല്ല കറുപ്പ് കളറ് വരും. കറുത്ത പുളിയാണ് എന്ന് വെച്ചാൽ. നമ്മൾ 2 കടയിൽ പോയി ചോദിച്ചു കേട്ടോ. 2 കടയിലും കിട്ടിയില്ല. പഴംപുളി കിട്ടിയേ ഇല്ല. അപ്പോൾ ഈ പുളി തന്നെ കിട്ടിയുള്ളൂ. പുളിയഞ്ചി പറഞ്ഞു വെച്ചാൽ എന്താണെന്നറിയോ? എന്ത് പിന്നെ ശരിയാക്കിയാ? ഇനി കേടുന്ന് ഞാൻ തൻ്റെ തന്നോ മതിയപ്പോ. കുഞ്ഞിനും നേരാക്കും.
ഏട് എത്തണ്ടടാ അച്ചു ചേച്ചി പാവം. അത് തുറക്കണ ബ്ലേഡ് കൈ മുറിയും. ഒന്ന് രുചി നോക്കി. നമ്മള് ഇതാ കണ്ടോ ഇപ്പൊ കളർ വന്നു കേട്ടോ. നോക്കാമോ പൊന്നേ നോക്കിയിട്ട് അച്ചു ചേച്ചി വന്നില്ലേ? പൊന്നു എന്റെ ചോപ്പർ 16 ഉണ്ടാക്കുമ്പോ കളർ വന്നോട്ടാ. ഇനി നമ്മളിത് അടച്ച് വെക്കുകയാണ്. ഇതാണ്ടോ ഈ ഒരു പരുവം ഈ ചൂടാറുമ്പോ ഒന്നും കൂടി ഒന്ന് കട്ടിയാവും കേട്ടോ. ഈ പുളിയിഞ്ചിയില്ലേ, പുളിയിഞ്ചി അധികം എല്ലാവർക്കും ഇഷ്ടമാവുന്ന കാര്യമാണല്ലേ. കുട്ടികൾക്കാണോ എന്ന് വെച്ചാലും ഇതാ ഇഞ്ചൻ പുളിയെന്നും പറയും, പുളിയിഞ്ചി എന്ന് പറയും. നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താണ് പേര് പറയുക? നിങ്ങൾ ഇതേപോലെ തലേദിവസം ഉണ്ടാക്കി വെക്കാറുണ്ടോ? നമ്മളിവിടെ തലേദിവസം ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അട ഞങ്ങൾ തലേദിവസം ഉണ്ടാക്കാറില്ല, തലേദിവസം രാത്രിയാണ് ഉണ്ടാക്കാറ്. ഇതിപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ നേരത്തെ നമുക്ക് കുറച്ച് ഉണ്ടാക്കണം, അതുകൊണ്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയത് മാത്രമേ ഉള്ളൂ. സാധാരണ പട്ടപ്പരയുള്ള സമയത്തില്ലേ, അന്ന് അടയുണ്ടാക്കുന്ന സമയത്ത് ആ കോട്ടുമ അതിൻ്റെ ഒരു വരവുണ്ട്. തേങ്ങയിലും കുറെ പെടും, അട പരത്തണയിലും ഉണ്ടാവും. ഇപ്രാവശ്യം കാര്യമായിട്ട് കണ്ടിട്ടില്ല അല്ലേ? തുടക്കത്തിൽ കുറച്ച് ദിവസം ഉണ്ടായിരുന്നു. മഴ പെയ്തൊന്നും മഴ ചാറിപ്പോയപ്പോ ആ സമയങ്ങളിൽ ഉണ്ടായിരുന്നു. നമ്മള് അട ഉണ്ടാക്കണതിൽ ഏലക്കായ, ചുക്കിന്റെ പൊടി, ചുക്കില്ലേ ഇഞ്ചിയുടെ പൊടിയൊക്കെ ഇടാറുണ്ട്. എന്നിട്ട് ഉണ്ടാക്കും. ഇവർക്ക് ഏട്ടനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടല്ലേ കുറച്ച് ബലമുള്ള ഒരു അടയാണ് കേട്ടോ ഇഷ്ടം. നമുക്ക് ബലമില്ലാണ്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടണതല്ലേ നമ്മൾ ചിന്തിക്കുക. ഏട്ടൻ പറയും കുറച്ച് ബലം വേണം അട കഴിക്കുമ്പോൾ പറയും. അതെന്തിനാണ് ഈ ബലം വേണം എന്ന് പറയുന്നത് എനിക്കറിയില്ലേ. നമ്മളിതിന് അടയൊക്കെ പണ്ടത്തെ അടയൊക്കെ അല്ലേ, പണ്ടത്തെ അട ഈ അതുപോലെ അട കിട്ടുമ്പോഴാണ് നമ്മൾ പണ്ടത്തെ കാലത്തേക്ക് പോകും. അല്ല പണ്ടത്തെ അട എന്ന് പറഞ്ഞു വെച്ചാല് നമ്മള് ഓർലിയിലൊക്കെ കുത്തി അരിയൊക്കെ പൊടിച്ച് അങ്ങനെ ഉണ്ടാക്കണതല്ലേ. അതേപോലെ ഞാൻ ഒരു ദിവസം അല്ലേ പാലട ഉണ്ടാക്കുന്നത് കാണിച്ചു കേട്ടോ. വീട്ടിലത്തെ അമ്മ വരട്ടെ വിചാരിച്ചിട്ടാണ്. അമ്മ നന്നായിട്ട് പാലട പായസത്തിന് സംഭവം ഉണ്ടാക്കി കേട്ടോ. എന്നിട്ട് നമുക്കൊരു പാലടയും കൊണ്ട് പായസം വെക്കുന്ന വീഡിയോ കൊടുക്കാം. ഇതെന്താണെന്നറിയോ, മാവ് കുഴയ്ക്കാൻ വേണ്ടിയിട്ട് ഏശിടാ. അച്ഛനത്തെ ഒരു ഏശി വാങ്ങിട്ട് തരാൻ പറയാം, പുറത്ത് കെട്ടി നോക്കിട്ട് നടന്നു. അപ്പോഴേ നമ്മള് അടയും കൂടി ഉണ്ടാക്കാൻ തുടങ്ങട്ടെ. എന്താ നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമ്മൾ എല്ലാം കൂടി ഉൾപ്പെടുത്താൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോ വിഷു നമ്മുടെ എവിടെ എത്തില്ല. അപ്പൊ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് നാളെ കാണാം. ഓ പപ്പു ഇപ്പോഴും